പല വീടുകളും രണ്ട് പാർട്ടായി തിരിച്ചിരിക്കുകയാണ്. അടുക്കളയും പരിസരവും സ്ത്രീകൾക്ക് മാത്രം. സിറ്റൗട്ടും പരിസരവും ഭർത്താവ് ആസ്വദിച്ചും സുഖിച്ചും ചിരിച്ചും കളിച്ചും. ഇതൊന്നും കുടുംബജീവിതമല്ല. അടുക്കള സ്ത്രീക്കും പുരുഷനും ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ അവകാശപ്പെട്ടതാണ് എന്നല്ല ഇസ്ലാമിക ദൃഷ്ട്യാ ഭർത്താവിനെയും മക്കളെയും നോക്കേണ്ടത് ഭാര്യയുടെ കടപ്പാടൊന്നുമല്ല. അതൊക്കെ ഒരു സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദത്തിൽ അടുക്കളയിൽ ഉമ്മക്കൊപ്പം ഭാര്യക്കൊപ്പം കൂടിക്കൊടുത്ത് എന്ത് രസകരമായിരിക്കും ആ കുടുംബജീവിതം. എന്നാൽ സിറ്റൗട്ടും പരിസരവും ഭാര്യയും മക്കളും കൂടെ ഇരുന്ന് വൃത്തിയാക്കി ചിരിച്ചും കളിച്ചും വീട്, അവിടെ രണ്ട് പാർട്ടില്ല, അവിടെ രണ്ട് തരമില്ല, എല്ലാം ഒന്നാണ്. ഞങ്ങളൊക്കെ കുട്ടിക്കാലങ്ങളിലെ ഉമ്മാക്കൊപ്പം അടുക്കളയിൽ പച്ചക്കറി കറി വെക്കുമ്പോൾ അരിയാനും പത്തിരി പൊടി വയക്കലും പരത്തലും എൻ്റെ സ്ഥിരം ഡ്യൂട്ടിയായിരുന്നു. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ചാൽ ആദ്യം സ്ഥിരമായത് ചെയ്യുമ്പോൾ ഉമ്മാൻ്റെ മനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. മാത്രമല്ല അതിൽ വല്ലാത്ത സന്തോഷമുണ്ട്. അത് കഴിഞ്ഞ് വലിയൊരു ബാക്കിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ സ്വന്തം ഭക്ഷണം പാകം ചെയ്യാൻ ഒരു പ്രയാസവുമില്ലാതെ അനായാസം കഴിഞ്ഞത് ഉമ്മായുടെ അടുക്കളയിൽ നിന്ന് ശീലിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഭാര്യയ്ക്കും സന്തോഷമാകുന്നത്, കുടുംബത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നത് പരസ്പരമുള്ള സൗഹാർദ്ദമാണ്, സമാധാനാന്തരീക്ഷമാണ്, ഒത്തൊരുമയാണ്, കൂട്ടായ്മയാണ്. വാക്കുകളിലല്ല, പ്രവർത്തനങ്ങളിലാവട്ടെ